ആരിഫേ നീ ആരടാ നീ ആരാ നീ ആരടാ നീ ആരാ ആരിഫേ അറിവില്ലായ്മ പൊട്ടത്തരം സമൂഹത്തിനിടയിൽ വിളമ്പി നടന്നിട്ട് അതൊരു അലങ്കാരമായി കൊണ്ടിരുന്ന ഡാസലടാ നീ. ഏത് കൊമ്പം വന്നാൽ ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. ആരിഫേ ചരിത്രം പഠിക്ക്, റിയൽ സ്റ്റോറി പഠിക്കുക. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ 10-40 സ്ത്രീകളുണ്ടായിരുന്നു. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു അറേബ്യൻ ടിൻഡർ ആയിരുന്നതാണ് ഞാൻ പറയാം. എന്താ കാര്യം? മദീനയിലെയും മക്കയിലെയും ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. നോക്കിക്കോളൂ. ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. നിങ്ങൾ അവന്റെ കഥകൾ 6 വയസ്സിൽ ഒരു കുട്ടീനെ കെട്ടി, അത് പിഡോഫീലിയയുടെ കണത്തി വരും. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. പിന്നെ 1.5 വയസ്സുള്ള കുട്ടീനെ കണ്ടപ്പോൾ അടുത്ത വർഷം ഞാൻ ഈ കുട്ടീനെ കെട്ടെന്ന് പറഞ്ഞ് പിഡോഫീലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ്. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? തീർന്നില്ല. 6-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന അലവലാതി നായിന്റെ മോൻ അവൻ ആപ്റ്റായ ഒരു നല്ല വേഷജന്മമായിരുന്നു എന്നുള്ളൊരു തർക്കമേ ഇല്ല. 3 വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഇവളെന്റെ ഭാര്യയാകണമെന്ന് ആലോചിച്ച പടുകളവൻ എങ്ങനെയുണ്ട് അവൻ നല്ല വേഷജന്മമായിരുന്നു. നായിന്റെ മോൻ അല്ല 6-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന അലവലാതി നായിന്റെ മോൻ. എനിക്ക് വിജയനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. എന്താ പ്രശ്നം? മുത്തുനബി മാതിരി റിസ്ക് എടുക്കോ? എനിക്ക് വിജയണ്ണൻ എന്താന്ന് അറിയോ? இன்னைக்கு இஸ்லாமிய மக்கள் என்ன தெரியுமா சொல்றாங்க? வெறும் விஜய் அண்ணா இல்ல, அவரு முகமது விஜய் அண்ணா ஆயிட்டார் இன்னைக்கு. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ.